ട്രംപിന്റെ ബോർഡ് ഓഫ് പീസിൽ ഭാഗമാകില്ല എന്നറിയിച്ച് വത്തിക്കാൻ ഗാസയിലെ യുദ്ധവും മറ്റ് സംഘർഷങ്ങളും അഭിസംബോധന ചെയ്യുന്നതിനായി US പ്രസിഡന്റ് ഉയർത്തിപ്പിടിച്ച സമാധാന ബോർഡിൽ പരിശുദ്ധ സിംഹാസനം പങ്കെടുക്കില്ലെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോലിൻ അറിയിച്ചു. ലാറ്ററൻ ഉടമ്പടികൾ ഒപ്പുവച്ചതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഇറ്റലിയിലെ എംബസിയുടെ ആസ്ഥാനമായ പലാസോ ബെറോമിയോയിൽ ഇറ്റാലിയൻ സർക്കാരുമായുള്ള ഉഭയകക്ഷി യോഗത്തിനിടെയായിരുന്നു കർദിനാൾ പരാമർശം നടത്തിയത്. ബോർഡിൽ നിരീക്ഷക സ്ഥാനത്തുള്ള ഇറ്റലിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ബോർഡിൽ പങ്കാളിയാകുമോ എന്ന ചോദ്യത്തിനാണ് ഇവിടെ ഉത്തരം നൽകിയിരിക്കുന്നതെന്നും കൂടുതലായ വിശദീകരണങ്ങൾക്ക് മുതിരുന്നില്ലെന്നും മറുപടി നൽകി. ബോർഡിന്റെ പ്രത്യേക സ്വഭാവം കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്നും അന്താരാഷ്ട്ര തലത്തിൽ എല്ലാറ്റിനുമുപരി ഇത്തരത്തിലുള്ള പ്രതിസന്ധി സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഐക്യരാഷ്ട്രസഭ ഉണ്ടല്ലോ എന്നും ഓർമ്മപ്പെടുത്തി. ട്രംപിന്റെ സമാധാന ബോർഡിൽ പങ്കാളിയാകുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു കർദിനാൾ. 4 വർഷമായി തുടരുന്ന യുക്രൈനിലെ യുദ്ധത്തെക്കുറിച്ചും കർദിനാൾ പരോലിൻ സംസാരിച്ചു. വലിയ ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും ഇരുപക്ഷവും സമാധാനത്തിലേക്ക് യഥാർത്ഥ പുരോഗതി കൈവരിച്ചിട്ടില്ലെന്നും 4 വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ ഇപ്പോഴും ആദ്യഘട്ടത്തിലേതുപോലെയുള്ള ദാരുണമായ അവസ്ഥയിലാണെന്നും കർദിനാൾ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.